സഹോദരി സഹോദരന്മാർ ഇത്രയും പേര് വന്നല്ലോ, നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയായി മാറണം. തിരുവെടുത്ത് പറയുമ്പോൾ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഉള്ളതുപോലെ പറഞ്ഞാൽ ജനം അംഗീകരിക്കും എന്നാണ് എൻ്റെ ജീവിതാനുഭവം. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് തിരികെ വരികയാണ്. നമ്മളെ പെട്ടിയിൽ വയ്ക്കും മുമ്പ്, നമുക്ക് മരണമണി മുഴങ്ങും മുമ്പ്, ഇന്ന് രാത്രിയിൽ ഭാവിയിലുള്ള ന്യായവിധി മനസ്സിലാക്കി ന്യായവിധിയിൽ നിന്നും ഇന്ന് രാത്രി ഒഴിവുള്ളവരായി ഇവിടെ വന്ന ഈ ശബ്ദവൃത്തത്തിനുള്ളിലുള്ള സകലരും ഒരുമിച്ച് ന്യായവിധിയിൽ ഒഴിവുള്ളവരായി എഴുന്നേറ്റ് പോകണം എന്നൊരപേക്ഷയാണ് എനിക്കുള്ളത്. ഇങ്ങനെ ഞാൻ ഭയപ്പെടുന്നു, ഒരു പക്ഷേ ഈ തെരുവിലൂടെ നാളെ പോകുന്ന ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള യാത്ര നമ്മുടെ ആരുടെയെങ്കിലും ആകാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നാളത്തെ പള്ളിമണി നമ്മുടെ ഒരാളുടെ മരണമണിയാകാൻ ഇടയുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്നേഹിതന്മാരെ, ശവപ്പെട്ടി പക്ഷേ പറയുകയായിരിക്കും, ഒടുവിലത്തെ ആണിയും അടിച്ചു സ്നേഹിത, ഞാൻ റെഡിയായിരിക്കുന്നു, നീ റെഡിയായിരിക്കുന്നു പെട്ടിയിലേക്ക് കയറാൻ. പ്രിയപ്പെട്ടവരെ, ഹൈന്ദവ സ്നേഹിതന്മാർ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ചുടുവാനുള്ള മാവിന്റെ മൂപ്പെത്തിയോ കോടാലി തേച്ച് വെച്ചിരിക്കുകയാണോ? ആരാ തീരുമാനിക്കേണ്ടത്? ആരുടെ ഭാര്യയാണ് ഇന്ന് രാത്രിയിൽ വിധവയാകാൻ പോകുന്നത്? ആരുടെ മക്കളാണ് ഇന്ന് രാത്രിയിൽ അനാഥരാകാൻ പോകുന്നത്? ജീവൻ വന്നവൻ ജീവനെ തിരിച്ചെടുത്താൽ അല്ലെന്ന് പറയാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. എല്ലാവരും കരയും, രണ്ടു തുള്ളി കണ്ണുനീരും ഒരു പിടി മണ്ണും, അതോടെ ജീവിതം അവസാനിച്ചുവെന്ന് കരുതരുത്. നാം സ്നേഹിച്ചത് ഒന്നും കൊണ്ടുപോകാതെ വെറും കൈയോടെ ഭൂമണ്ഡലം വിട്ട് പോകേണ്ടതായിട്ട് വരും. ഒരു വാക്കുകൂടെ, 34 വയസ്സിനുള്ളിൽ ആഗ്രഹിച്ചത് മുഴുവൻ കാൽക്കീഴാക്കിയ മഹാനായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച കാര്യം. ഊരിയ വാളുമായിട്ട് ലോകത്തെ വിറപ്പിച്ച മഹാധീരൻ. തന്റെ കാൽ കൊണ്ട് ചവിട്ടി ഒതുക്കാൻ കഴിയാത്ത ഒരു തരി മണ്ണ് പോലും ലോകത്തില്ലെന്നാണ് അലക്സാണ്ടർ ഒരിക്കൽ വിചാരിച്ചത്. പക്ഷേ സ്വർഗത്തിലെ എന്റെ ദൈവം സൃഷ്ടിച്ച ഒരു കൊതുകു മതിയായിരുന്നു മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുവാൻ. മലേറിയ പിടിച്ചു. 34-ാമത്തെ വയസ്സിൽ അലക്സാണ്ടർ മരിച്ചു. ലോക ചരിത്രത്തിൽ തങ്കത്തിന് ശവപേടകം അലക്സാണ്ടറെ കിട്ടിക്കാണുകയുള്ളൂ. സ്നേഹിത, എന്തു മെച്ചം? രണ്ട് കൈയും പുറത്തേക്കിട്ട് അലക്സാണ്ടർ പറഞ്ഞില്ലേ, ഒന്നുമില്ലാതെ വന്നു, ഒന്നുമില്ലാതെ പോകുന്നു. ലോകത്തൊന്നുമില്ലാതെ പോയ മഹാനായ അലക്സാണ്ടർ എന്താണ് ബുദ്ധി പറയുന്നത്? ഇന്ന് രാത്രിയിൽ ഓർക്കണം, നീ എത്ര വമ്പനാണെങ്കിലും കൊമ്പനാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും താഴേക്കിടയിലുള്ളവനാണെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് പോയേ മതിയാകെയുള്ളൂ. എന്റെ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. എന്തേ ദൈവം ന്യായം വിധിക്കാൻ കാരണം അറിയണ്ടേ? ഞാൻ അങ്ങനെ പഠിക്കുന്ന ബൈബിൾ. എന്തടിസ്ഥാനത്തിൽ ദൈവം ന്യായം വിധിക്കാമെന്ന് പറയുന്നു? നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരുന്നു. 10-ാം അധ്യായം 26-ാം വാക്യം നോക്കുക. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വരികയാണ് പരിശുദ്ധാത്മാവ്. ദൈവം എന്തുകൊണ്ടായിരിക്കും ഒരാളെ ന്യായം വിധിക്കുന്നത്? വായിച്ചാട്ടെ 10:26. കണ്ടോ? സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ ഇനി ന്യായവിധിയേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ന്യായം വിധിക്കുന്നത്? സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ഒരാൾ ബോധപൂർവം പാപം ചെയ്യുന്നത് കൊണ്ട്, അറിവില്ലാതെ ചെയ്യുന്നു എന്നുള്ളതല്ല, മനഃപൂർവ്വം ചെയ്യുന്നത് കൊണ്ട്. അതെന്തൊക്കെ പാപമാണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ദൈവം ഒരാളെ ന്യായം വിധിക്കുമ്പോൾ നീതിമാനായ ദൈവം അവന് നീതിക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്യുകയില്ല. സത്യത്തിന്റെ പരിജ്ഞാനം ഒരാൾ ലഭിച്ചുവെങ്കിൽ അവൻ പിന്നീട് പാപം ചെയ്യുമ്പോഴാണ് ന്യായം വിധിക്കാൻ തീരുമാനിക്കത്രേ. അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യം എന്താ? ഈ സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിനാണ് നിങ്ങൾ വേദപുസ്തകവും ലോക സംഭവങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം ഭൂമണ്ഡലത്തിൽ ഉദയം ചെയ്തില്ലായിരുന്നെങ്കിൽ സത്യം എന്താണെന്ന് കണി കാണുവാൻ ലോകത്തിന് കഴിയുമായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും നല്ല നിയമമായിരുന്നു റോമൻ നിയമം എന്ന് പറയുമ്പോൾ ആ നിയമത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഗവർണർ പിലാത്തോസ് എന്റെ കർത്താവായ യേശുവിനോട് ചോദിച്ചു, സത്യം എന്നാൽ എന്ത്? യേശുക്രിസ്തു ലോകത്ത് വന്നില്ലായിരുന്നെങ്കിൽ, അവൻ ഉദയം ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഭൂമണ്ഡലം ഒരിക്കലും സത്യം എന്താണെന്ന് അറിയുമായിരുന്നില്ല. അപ്പോൾ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യമായ സുവിശേഷം ഒരാൾ അറിയുക എന്നാണ് അർത്ഥം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇന്ത്യ രാജ്യം വെളുത്ത് ശോഭിക്കുവാൻ കാര്യം, ഇന്ത്യ രാജ്യം ഇന്ന് കാണുന്ന അഭിവൃദ്ധിയിലേക്ക് കാലെടുത്ത് വെക്കുവാൻ കാരണം, ഈ കൊച്ചു കേരളം അക്ഷരം അഭ്യസിക്കുവാൻ കാരണം സുവിശേഷം 1-ാം നൂറ്റാണ്ടിൽ ഈ മണ്ണിൽ വന്നതുകൊണ്ടാണ്. ചരിത്രമറിയാവുന്ന സകലരും ഒരുപോലെ സമ്മതിക്കും. സുവിശേഷം ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ, സുവിശേഷം കേരളത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഇന്നും ഇരുണ്ട ഭൂഖണ്ഡത്തിൽ മാത്രം പരിഗണിക്കപ്പെടുമായിരുന്നു. സ്നേഹിതന്മാരെ, സുവിശേഷം എവിടെയെത്തിയോ അവിടെ വെളിച്ചമുണ്ടായി. ബൈബിൾ എവിടെയെത്തിയോ അവിടെ മാറ്റങ്ങൾ ഉണ്ടായി. സുവിശേഷം എവിടെയെത്തിയോ ആളുകൾ സത്യതൽപരരായിട്ട് മാറി. സുവിശേഷം ആരംഗീകരിച്ചോ അവർ സത്യത്തിലേക്ക് വന്നു. സുവിശേഷം ഏത് മണ്ണിൽ വേരുറച്ചോ അവിടെ
പടർന്ന് പന്തലിച്ചത്. അതുകൊണ്ട് സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ സുവിശേഷം കേൾക്കുന്ന നിങ്ങളോട് ദൈവം സത്യം സത്യമായി പറയുന്നു. ഇന്ന് സുവിശേഷം കേട്ടിയ ഒരാൾ ഈ സുവിശേഷത്തിന് വിരോധമായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ന്യായവിധിയാണ്. രണ്ടു പക്ഷമില്ല. നാളെ നിങ്ങൾ പ്രസംഗം കേട്ടുപോയില്ലയോ, എത്ര കൊല്ലം ജീവിച്ചിരുന്നു പോയില്ലയോ, അതൊന്നും കണക്കില്ല. ഒരുപക്ഷെ നിങ്ങൾ പറയും യാദൃശ്യമായിട്ട് വന്നതാണ്. വേറെ ചിലർ പറയും ഞങ്ങൾ പാട്ട് കേട്ടതുകൊണ്ട് വന്നതാണ്. ഇനിയും ചിലർ പറയും ചുമ്മാ ഇരുന്ന് കേൾക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. എങ്ങനെ വന്നതാണെങ്കിലും ഒരു കാര്യം സത്യം, നിങ്ങൾ ജനിക്കുന്നതിനും ഞാൻ ജനിക്കുന്നതിനും ലോകമുണ്ടാകുന്നതിനും മുമ്പേ, ലോക സ്ഥാപനത്തിനു മുമ്പേ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചിരുന്നു ഇന്ന് രാത്രിയിൽ എന്റെ ബഹുമാന ശ്രോതാക്കൾ ഈ സന്ദേശം കേൾക്കണം. സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നിങ്ങൾ വരണം. അത് ദൈവത്തിന്റെ കൃപയാൽ അവിടുന്ന് തീരുമാനിച്ച കാര്യമായിരുന്നു. നിങ്ങൾ ഈ സത്യം അംഗീകരിക്കുന്നു എന്ന് വന്നാൽ ശുഭമാണ്, നന്മയാണ്, അനുഗ്രഹമാണ്, ഭാവി ഭാസുരമാണ്. അല്ലെന്ന് വന്നാൽ ന്യായവിധി രണ്ടാമതൊന്നുമില്ല, ന്യായവിധി. അതുകൊണ്ട് എന്തുകൊണ്ട് ദൈവം ആളുകളെ ശിക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കൃത്യമായ ഉത്തരം സുവിശേഷം കേട്ടവർ അതനുസരിക്കായികയാൽ ദൈവം ശിക്ഷിക്കുന്നു. അടുത്ത കാര്യം, ദൈവം ശിക്ഷിക്കുന്ന പാപങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പല ആളുകളെയും പരിചയപ്പെടാറുണ്ട്. അവർ പറയും സ്നേഹിത, ഞാൻ ബീഡി പോലും വലിച്ചിട്ടില്ല, കള്ളുവിനെ കുടിക്കാറില്ല, ചീത്ത പറയാറില്ല, ഒരു ദോഷവും ചെയ്യാറില്ല, കഴിയുന്നത്രയും മനസാക്ഷിക്കൊത്തതുപോലെ ജീവിക്കും. നല്ല ആളുകൾ, അങ്ങനെയുള്ളവരാണ് നമ്മുടെ നാടിന് വേണ്ടത്. വേറെ ചില പറയും ഞാൻ ആവുന്നത്ര പാപമൊക്കെ ചെയ്തതാ, എന്റെ പാപം ക്ഷമിക്കാനായിട്ട് ആരേലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഈശോ മിശിഹായിൽ ആര് നോക്കിയാൽ എന്റെ പാപം ക്ഷമിക്കത്തില്ല, ഞാൻ ഇങ്ങനെ കുടിച്ചത്തോളാം, അങ്ങനെ പറയുന്ന ആളെയും കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ ചിലർ അവർ പറയും ഞങ്ങൾ അങ്ങനെ ദോഷമൊന്നും ചെയ്യുന്നില്ല, ഒരു ക്രിസ്മസിന് വെച്ച് കള്ളു കുടിക്കും, പിന്നെ ഈസ്റ്ററിന് അല്പം കുടിക്കും, ക്രിസ്ത്യാനി അങ്ങനെ വേണമെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്, അതല്ലാണ്ട് വേറെ നമ്മളൊരു ദോഷവും ചെയ്യുന്നില്ല. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അനേകർ വിചാരിക്കുന്നത് കള്ള് കുടിക്കാതിരുന്നാൽ ദൈവം ശിക്ഷിക്കയില്ല, ചിലർ വിചാരിച്ചിരിക്കുന്നത് കള്ള് കുടിക്കുന്നതാണ് ശിക്ഷ. ഞാൻ നിങ്ങളോട് പറയട്ടെ, കള്ള് കുടിച്ചോ, കള്ള് കുടിച്ചില്ലയോ, പെണ്ണ് പിടിച്ചില്ലയോ, ഇതൊക്കെ ചെയ്യണമെന്നല്ല, ബീഡി വലിച്ചോ ഇല്ലയോ, ഇതൊന്നുമല്ല ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം നിന്നോട് പറയാൻ പോകുന്നത്. അതൊക്കെ പാപങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ്. പക്ഷേ ഒരിക്കലും ക്ഷമിക്കപ്പെടാതെ നിത്യത മുഴുവനും നിത്യമായ ദണ്ഡനത്തിൽ ജനകോടികൾ താഴേക്ക് പോകുവാൻ, അടിയില്ലാത്ത പാതാളത്തിലേക്ക് വലിച്ചെറിയപ്പെടുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിലെ കഠിനമായ 3 പാപങ്ങൾ ഇന്ന് രാത്രി ഞാൻ പറയുന്നു. ഭാവിയിൽ ദൈവം ജനകോടികളെ ശിക്ഷിക്കുവാൻ പോകുന്ന 3 പാപങ്ങളേ ഉള്ളൂ. നാലാമതൊന്നില്ല. മദ്യപിച്ചാലും മദ്യപിച്ചില്ലെങ്കിലും ദൈവമുണ്ടെങ്കിലും ദൈവം ഇല്ലെങ്കിലും, നീ പള്ളിയിൽ പോയാലും പള്ളി പോയില്ലെങ്കിലും, നീ ഈശ്വരവിശ്വാസിയാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും ഒരു തെറ്റുമില്ല. പക്ഷേ 3 പാപങ്ങളാൽ ലോകത്തുള്ള ജനകോടികളെ ന്യായം വിധിക്കുമെന്ന് എന്റെ ദൈവം സാക്ഷ്യപ്പെടുത്തുന്നു. അത് 3 കാര്യം വേഗത്തിൽ പറയാം. 29ാമത്തെ വാക്യം. എന്താ ഒന്നാമത്തെ പാപം? ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിക്കും. 3 കാര്യങ്ങൾ അവിടെ ഒറ്റവാക്യത്തിൽ പറഞ്ഞു, പിന്നെ ഞാൻ വായിപ്പിക്കും. ദൈവത്തിന്റെ പുത്രനെ ചവിട്ടിക്കളയുന്നവൻ ന്യായം വിധിക്കപ്പെടും. ദൈവം മനുഷ്യൻ ന്യായം വിധിക്കുമെന്ന് പറയുന്ന കഠിനമായ ഒന്നാമത്തെ പാപം. 3 വാചകങ്ങളാണ് ഈ പാപത്തെ വിവരിക്കുവാനായിട്ട്, വെളിപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാരൂപി ഇവിടെ പ്രസാദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പദം ദൈവത്തിനെ ചവിട്ടിക്കളയുക. ന്യായമായിട്ടും എനിക്കറിയാം കേൾക്കുന്ന നിങ്ങളുടെ നെറ്റി ചൊളിയാൻ സാധ്യതയുണ്ട്. യേശുക്രിസ്തുവിനെ ചവിട്ടിക്കളയാൻ മനസ്സുള്ള ആരെങ്കിലുമാണ് ഈ ഗ്രൗണ്ടിലേക്ക് വരേണ്ട കാര്യമുണ്ടോ? ഈ വിലപ്പെട്ട സമയം മാറ്റിവെച്ചിട്ട് ഒരുപക്ഷെ നിങ്ങളെപ്പോലെ പ്രസംഗിക്കുന്നില്ലായിരിക്കും, പക്ഷേ ഞങ്ങൾ ദൈവത്തിനെ ചവിട്ടുക എന്ന് പറയരുത് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്റെ സ്നേഹിതന്മാരെ, നിങ്ങളെ ആദരിക്കുന്നു, നിങ്ങളുടെ മനോഭാവം നല്ലത് തന്നെ. എന്നാൽ ദൈവത്തിനെ ചവിട്ടിക്കളയുക എന്ന കഠിനമായ പാപം എന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊന്ന് വിശദീകരിക്കുന്ന ആവശ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ദയവ് ചെയ്ത് അല്പക്ഷമയോടെ മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. നമ്മുടെ ആദി മാതാവായ അവ പിശാചിന് വശമതയായി പാപം ചെയ്തപ്പോൾ, ആദമും കൂടെ പാപം ഏറ്റെടുത്തപ്പോൾ നമ്മുടെ ആദി മാതാപിതാക്കൾ പാപികളായി പരിണമിച്ചു. അവരിൽ നിന്നും പിറന്ന ജനകോടികൾ ഇന്നുവരെ പാപികളായി പിറന്നു വീഴുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അത്ഭുതമുളവാക്കുന്ന ഒരു പദപ്രയോഗം. പാപലേശമില്ല